ഇന്നലെ വൈകുന്നേരം 6 മണിക്കാണ് പറമ്പുകര കോളനിയിലെ ശരൺ എന്ന പയ്യൻ വെള്ളത്തിൽ പോയത്. ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഇന്നലെ രാത്രി 12 വൈകിയും NDRFിൻ്റെ ടീം, ആദ്യം ഫയർഫോഴ്സിൻ്റെ ടീം വെള്ളത്തിൽ ഇറങ്ങിയിരുന്നു. അവർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ കയറി. അതിനുശേഷം NDRFിൻ്റെ ടീം ഇറങ്ങി. അവരും രാത്രി 12 മണിയോളം തിരച്ചിൽ നടത്തിയിട്ടാണ് ഇവിടുന്ന് പോയത്. ഇന്നിപ്പോൾ രാവിലെ വീണ്ടും ഫയർഫോഴ്സിൻ്റെ ഒരു ടീം വീണ്ടും എത്തിയിട്ടുണ്ട്. അവർ തിരച്ചിലിനായി ഇറങ്ങുകയാണ്. ടീമിൻ്റെ കഠിന പരിശ്രമം രാത്രിയിൽ. കഠിന പരിശ്രമം. 6 മണി കഴിഞ്ഞ് ശരണ് വെള്ളത്തിൽ ടാങ്ക് പിടിക്കാൻ പോകുന്നതൊക്കെ നേരിട്ട് കണ്ട ഓമനമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അമ്മ, എപ്പോഴായിരുന്നു സംഭവം? ഇത് 5:45 ആയപ്പോഴത്തേക്കിന് പട്ടിക്ക് ചോറ് കൊടുക്കാനായിട്ട് പോയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ചിരവ ഒഴുകി പോകുന്നതുകൊണ്ട് എനിക്ക് എടുത്തു തരാം. ഓമനമ്മ അവിടെ നിൽക്കാൻ പറഞ്ഞു. ചോറ് കൊടുത്തേക്ക് വന്നിട്ട് എടുത്തു തരാമെന്ന് പറഞ്ഞു. ചോറ് അവിടെയും കണ്ട് വെച്ചതേ ആയിട്ട് അത് പെരക്കകത്ത് കയറാനുള്ള സമയമായില്ല. ഇല്ലത്തെ നിലയിലാണ് പട്ടി കിടക്കുന്നത്. അവിടെ കയറ്റി കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോയത്. പക്ഷേ അത് അവിടെ കയറാനുള്ള അവസരം ഉണ്ടായില്ല. ചായ കുരുങ്ങി പോകുന്ന കണ്ടുകൊണ്ട് ഇവൻ പകറ്റ് മുന്നോട്ട് പോകുന്നു. അപ്പം ഞാൻ ശകലം അരി എടുത്ത് കഴുകാനായിട്ട് ഞങ്ങളുടെ പുറകിലോട്ട് മാറി നിൽക്കുമായിരുന്നു. പുറകിലത്തെ മുറി നിന്നപ്പോഴത്തേക്കിനാണ് എൻ്റെ അമ്മയാണ്. പിന്നെ നേരത്തേക്കിനാണ് ഇവൻ മുന്നോട്ട് നീന്തി ഓളം അടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ഇവൻ മുന്നോട്ട് പോകുന്നു. അന്നേരം ഞാൻ കിടന്ന് കാറി വിളിച്ച് പോകണ്ട, വെള്ളം കൂടുതൽ അങ്ങോട്ട് പോകണ്ടെന്ന് ഞാൻ കിടന്ന് കാറി വിളിച്ചപ്പോൾ തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഒരു കണ്ടത്തിനപ്പുറം കഴിഞ്ഞിരുന്നു. ചായക്ക് അങ്ങ് പോവുകയും ചെയ്തു. ഇവൻ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് മുങ്ങിപ്പോയപ്പോഴത്തേക്കിന് കൈ പൊങ്ങി തോർത്ത് പൊങ്ങി വരുന്നത് കണ്ടായിരുന്നു. അന്നേരം ഞാൻ പിന്നെ പൊക്കത്തിൽ കയറി നിന്ന് കാറി വിളിച്ചാണ് ആൾക്കാരെല്ലാം ഓടിക്കൂടിയത്. ഓക്കെ. അപ്പോൾ ഈ ലെവലിൽ ഇപ്പോൾ ഉള്ളത് ഇത്രയും വെള്ളം തന്നെ? അപ്പോഴും ഇത്രയും വെള്ളമുണ്ട്? അതിലും കൂടുതൽ ഇപ്പം വെള്ളം. നീന്തൊക്കെ അറിയാവുന്ന ആളല്ലേ? നീന്ത ഇവിടുത്തെ മാവേന്ന് വീണ് കുടുംബ വീടായത്. അവിടുത്തെ മാവേന്ന് വീട് ഇടയിലെ ആശുപത്രികളിലൊക്കെ ആയിരുന്നു. ആശുപത്രിയിൽ കഴിഞ്ഞ് ആ കാരണവനെല്ലാം പൈസയൊക്കെ മുടക്കി ഒന്ന് ശരിയായി പണിക്ക് പോയി തുടങ്ങിയേ ഉള്ളൂ. ആ കുടുംബം ശരണിന്റെ വീട്ടിലെ ടാങ്ക് തന്നെയായിരുന്നു ഒഴുകിപ്പോ? അവരുടെ വീട്ടിലെ വെള്ളം അതുപോലെ കയറി ടാങ്ക് പൊങ്ങി ഒഴുകി പോകും. ഞാൻ പറഞ്ഞു അത് പിടിക്കാൻ പോകണ്ട, അത് പോ. ഫയർഫോഴ്സിൻ്റെ ഒരു ടീം ഇന്ന് രാവിലെ ശരണിനെ തേടി ഇറങ്ങുകയാണ്. ഇന്നലെ രാത്രി വൈകിയും ഫയർഫോഴ്സും NDRF ഒക്കെ തെരച്ചിൽ നടത്തി. പ്രിയപ്പെട്ട ശരണിനെ തേടി നാട്ടുകാർ മുഴുവൻ ആകാംക്ഷയോടെ ഈ കരയിൽ കാത്തിരിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ ഒരു ടീം പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകിയും NDRFിൻ്റെ ടീമും ഫയർഫോഴ്സിൻ്റെ ടീമും ശക്തമായ തെരച്ചിൽ നടത്തിയതാണ്. രാത്രി രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നാണ് ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും NDRFിൻ്റെ ടീം ഇന്നലെ രാത്രി 12 മണിയോട് പോയെങ്കിൽ ഇന്ന് രാവിലെ വീണ്ടും ഫയർഫോഴ്സിൻ്റെ ടീം എത്തി തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം ഇവിടെ വളരെ പ്രതീക്ഷയോടെ കരയിൽ കാത്തു നിൽക്കുകയാണ്. ശരണിനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഇന്നലെ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാണ് ശരൺ വെള്ളത്തിൽ പോയിരിക്കുന്നത്. ശരൺ എന്നാ ജോലി? കെട്ടിടപ്പണി. ഇന്നലെ വൈകുന്നേരമാണ് 6 മണിക്കല്ലേ? നമ്മളിവിടെ നിന്ന് കരയിൽ നോക്കുമ്പോൾ ഈ മുളംകൂട്ടമൊക്കെ കാണുന്നതിന് തൊട്ടപ്പുറത്തെ ആട്ടാണ്. പുള്ളി ഒരു ടാങ്ക് എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ പിന്നെ ആളിനെ കാണാൻ പറ്റിയില്ല. രാവിലെ ഒരു റൗണ്ട് തെരച്ചിൽ കഴിഞ്ഞ് ഫയർഫോഴ്സ് അംഗങ്ങൾ തിരികെ വരികയാണ്. കറക്റ്റ് ചെയ്തിട്ട് ബോഡി കൊണ്ട് ബോഡി കിട്ടിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ടീമംഗങ്ങൾ ഇന്ന് 2ാം റൗണ്ട് തിരച്ചിലാണ് ശരണിൻ്റെ ബോഡി കിട്ടിയിരിക്കുന്നത്.
പോനേടാ, നിങ്ങൾ തുഴയല്ല അവിടെ സൈഡിൽ വെച്ചിട്ട് ഈ ബോക്സ് സൈഡിലേക്ക് ആക്കണം, പുറകോട്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് നിൽക്കാം, മുമ്പോട്ട് നിൽക്കും. ബോക്സ് അവിടെ ബാക്കിൽ. ഫയർഫോഴ്സ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ആൾക്ക് നീന്തൽ അറിയാവുന്ന ആളാണെങ്കിലും വെള്ളത്തിൽ മുങ്ങിപ്പോയി അടിയിൽ പയറുവള്ളിയിലൊക്കെ കുരുങ്ങി ആൾക്ക് പൊങ്ങാൻ പറ്റിയില്ല. അതാണ് മരണം സംഭവിച്ചതെന്ന് പറയുന്നത്. ഇന്ന് രാവിലെ ഫയർഫോഴ്സ് അംഗങ്ങൾ രണ്ടാം മാത്രം പറഞ്ഞാൽ പറ്റില്ലേ സാർ അവിടെ വെള്ളം കുടിച്ചോ? ഫ്രീ സാർ അവിടെ നിന്ന് പിടിക്കാം, അവർ പിടിക്കാം. അടുപ്പിക്കണല്ലോ, അങ്ങോട്ട് ജസ്റ്റ് അങ്ങ് മാറി നിന്നാണ്. നമ്മുടെ ഇവിടെ തന്നെ ആംബുലൻസ് അല്ല അത് വേണ്ടതേ. നമ്മളിത് കഴിഞ്ഞ് ഇവിടെ എവിടെ ഒതുക്കി ആ ചേർത്ത് വേണേ ഞങ്ങൾ ഫോർട്ട് കൊച്ചി IITWR ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്കൂബ ഡൈവിംഗ് അക്കാഡമി ഉണ്ട്. അവിടെ നിന്ന് വന്ന 5 അംഗ ടീമാണ് ഈ ബോഡി റിക്കവർ ചെയ്തത്. ഞങ്ങൾ സ്പെഷ്യൽ ടീമാണ്, അതായത് ഈ സ്കൂബ ഡൈവിംഗിൽ സ്പെഷ്യൽ ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കം പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്യാനതിനൊക്കെ ചെയ്യുന്ന ടീമാണ് ഫോർട്ട് കൊച്ചി IITWR. നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയാമോ? ഇതിനകത്ത് ഇങ്ങനെ കോൾ വന്നോണ്ടിരിക്കുന്നത്. പറഞ്ഞോ സാറേ. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജോയ് കെ പീറ്റർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അരുൺകുമാർ, സുരാജ്, പിന്നെ രതീഷ് എന്നിവരാണ്. പിന്നെ സ്വാഗത് അതേ ആളുകളാണ് ഈ ടീമിലുണ്ടായത്. കാര്യങ്ങൾ എന്തെല്ലാം അറേഞ്ച് ചെയ്യാനാണെങ്കിൽ വേഗം എളുപ്പത്തിൽ ചെയ്യാനായിട്ടൊന്ന് പറയണേ. ക്ലിയർ ആയോ? സാറേ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം. എത്ര ആഴത്തിലായിരുന്നു ഉണ്ടായിരുന്നു ബോഡി കിട്ടിയെന്നൊക്കെ? 4 മീറ്റർ അല്ലേ? 4 മീറ്ററാണ് മാക്സിമം ഡെപ്ത് വന്നത്. ഇത് ജസ്റ്റ് എനിക്ക് തോന്നുന്നത് താഴത്ത് കണ്ട പുള്ളി ഉടക്കി കിടക്കുമായിരുന്നു. അപ്പോൾ ഇതിന്റെ മെയിൻ റീസൺ ചിലപ്പോൾ ഈ ടാങ്ക് എടുക്കാൻ പോയപ്പോൾ പെട്ടെന്ന് താഴത്തോട്ടൊന്ന് പോയി കാണും. ഇത്ര ഡെപ്ത് അല്ല, ജസ്റ്റ് ഒന്ന് അടിയിൽ നിന്ന് കുത്തി പൊങ്ങാൻ നോക്കിയപ്പോൾ ഈ പുള്ളി കാലതിരി ഉടക്കി കാണും. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്ക് പൊങ്ങി പോരാൻ പറ്റുന്നത്. ചിലപ്പോൾ ജസ്റ്റ് അടിയിൽ പുള്ളിയുടെ കാല് ഫുള്ള് ഇതിൽ ഉടക്കി കിടക്കുക. അതിന് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പൊക്കൊണ്ട് പോകുന്നത്. അപ്പോൾ റീസൺ അത് ചാൻസ് ഉണ്ട്. പുള്ളി ടയർഡായി താഴത്തോട്ട് പോയി പൊങ്ങാൻ നോക്കുകയാണ്. ഇതിൽ നടന്നിട്ടില്ല പുള്ളി. നല്ല നീന്തറിയാവുന്ന ആളും ഹെൽത്തി ആയിട്ടുള്ള ആളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളാണ്. ഓക്കെ, പായൊക്കെ റെഡിയായോ? പായോ പുതപ്പോ അങ്ങനെ എന്തെങ്കിലും? പായോ ഒരു പുതപ്പോ? ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നോട്ടെ. സുരേഷ് സാർ അവിടെ ഗോകുല ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ. നമ്മുടെ ഈ പാടം മുഴുവൻ വെള്ളത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ശരത്തിൻ്റെ വീട് നമുക്ക് ഇവിടുന്ന് ഈ പാടത്തിന് സൈഡിൽ തന്നെയാണ്. ഇവിടെ ആദ്യത്തെ 2ാമത്തെ വീട് തന്നെയാണ് ശരത്ത്. ഇന്നലെ ഈ കാഴ്ചകൾ കണ്ട ആൻറ്റി പറഞ്ഞത് ടാങ്ക് പിടിക്കാനായി പോയി, മോനെ പോകണ്ട എന്ന് പറഞ്ഞിട്ടും ശരന്ന് വീണ്ടും ശരൻ്റെ വീട്ടിലെ ടാങ്ക് തന്നെയാണ്. വെള്ളം കയറിയപ്പോൾ അത് മുങ്ങിപ്പോയപ്പോൾ ശരൺ അത് പിടിക്കാൻ പോയാണ്. ശരണം നീന്തറിയാവുന്ന ആളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളാണ്. പക്ഷേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് മുങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ പയറുവള്ളിയിലോ മറ്റെന്തെങ്കിലോ കുരുങ്ങി പുള്ളിക്ക് പൊങ്ങാൻ കഴിഞ്ഞില്ല, അതാണ് കാരണം. ശരണിൻ്റെ വീടാ കാണുന്നതാണ്. ഈ പാടത്തിനോട് സൈഡിൽ തന്നെ ഏറ്റവും അടുത്തിരിക്കുന്ന വീടുകളാണ്. നാട്ടുകാരും ബന്ധുക്കളും എല്ലാം കാത്തിരിക്കുകയാണ്. പിന്നെ കവർ ചെയ്യാനായിട്ടുള്ള ബോഡി കവർ ചെയ്യാനായിട്ടുള്ള എല്ലാവരും ഒന്ന് സൈഡൊക്കെ മോളെ എൻ്റെ ഫോൺ എടുത്തരാം. ഡിങ്കിയൊക്കെ ഒന്ന് പൊക്കാനായിട്ട് സെറ്റ് വെച്ചില്ലേ?
Thank you.